സിനിമ കാണാൻ പോയി. അതിനെപ്പറ്റി പറയാനായിട്ടാണ് വന്നത്. ലോക സിനിമയെ പറ്റി ഞാനൊന്നും പറയണ്ടല്ലോ. സൂപ്പർ അടിപൊളി, ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു അടിപൊളി സാധനമാണ്. പണ്ട് നമ്മുടെ മാർവലും DC-യും പണ്ടെന്നല്ല ഇപ്പോഴും അതെ കാണുമ്പോഴത്തേക്കൊക്കെ നമ്മൾ ഞാൻ ആലോചിക്കുമായിരുന്നു ഇവരൊക്കെ ഈ കഥാപാത്രങ്ങളെ ഉണ്ടാക്കുന്നത് ഇവരുടെ കോമിക് ബുക്കിൽ നിന്നൊക്കെയല്ലേ. അതിലുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെയാണ് ഇപ്പോൾ അവർ അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. അവർക്ക് ഓൾറെഡി കോമിക് ബുക്കിലുള്ളതും അല്ലാതെ ഉണ്ടാക്കിയെടുത്തതും അയൺമാനെ പോലെയൊക്കെ ഉണ്ടാക്കിയെടുത്ത ക്യാരക്ടേഴ്സൊക്കെയാണ്. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു നമുക്കൊക്കെ ഓൾറെഡി ഇങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. പക്ഷെ ഞാൻ ഒരിക്കലും ഈ സിനിമക്കാർ ഇപ്പോൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിനിമയെ പറ്റിയുള്ള കഥാപാത്രങ്ങളെ ഓർത്തിട്ടേ ഇല്ല. പക്ഷെ ഞാൻ ഓർത്തിട്ടുള്ളത് നമ്മുടെ രാമായണം, മഹാഭാരതം, അതിനകത്തൊക്കെ ഒത്തിരി കഥാപാത്രങ്ങളില്ലേ. ഇന്ദ്രൻ, ഹനുമാൻ, ബാലി, അങ്ങനെ കുറേ കഥാപാത്രങ്ങളില്ലേ എന്നൊക്കെ ഓർത്തിട്ടുണ്ട്. അവരെയൊക്കെ ഓൾറെഡി നമുക്ക് സൂപ്പർ ഹീറോസിന്റെ ഒരു ഇഫക്റ്റാണ് തരുന്നത്. ഇന്ദ്രൻ മിന്നലുണ്ടാക്കുന്നു, അങ്ങനെയൊക്കെ ബ്രഹ്മാവ്, അങ്ങനെയൊക്കെ കുറേ എല്ലാ ദേവന്മാർക്കും ഓരോരോ ടാലന്റ് അല്ലേ. അങ്ങനെയൊക്കെ ഓർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനത്തെ പറ്റി മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. അത് അടിപൊളിയായിട്ടുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. സിനിമയെ പറ്റി പറയാനായിട്ടല്ല ഞാൻ വന്നത്. സിനിമ കാണാൻ പോയ തിയേറ്ററിനെ പറ്റി പറയാനാണ് വന്നത്. ഞാനിപ്പോൾ കാനഡയിലാണുള്ളത്. കാനഡയിലുള്ള ഈ സൗത്ത് ഇന്ത്യൻസിൻ്റെ, എല്ലാ ഇന്ത്യൻസിൻ്റെ അല്ല, സൗത്ത് ഇന്ത്യൻസിൻ്റെ ഒരു ദുർവിധിയുണ്ട്. എത്ര നല്ല അടിപൊളി സിനിമ വന്നാലും നമ്മൾ സിനിമ കാണാൻ പോകേണ്ടത് ഒരു പന്ന തിയേറ്ററിലായിരിക്കും. ആ തിയേറ്ററുകാർക്ക് പൈസ ഉണ്ടാക്കണം, അവരും ജീവിക്കണം, അതൊക്കെ കാര്യമുണ്ട്. എന്ന് വെച്ചാലും എല്ലാ തിയേറ്ററിലും റിലീസ് ചെയ്തുകൂടെ? ഈ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹമുള്ളവർ അവിടെ പോയി കണ്ടോട്ടെ. അതായത് ഈ സിനിപ്ലെക്സിൽ അങ്ങനത്തെ നല്ല അടിപൊളി ബിഗ് സ്ക്രീനുള്ള നല്ല സൗണ്ടുള്ള തിയേറ്ററിൽ റിലീസ് ചെയ്താൽ നമുക്ക് അവിടെ പോയി കാണാൻ ആഗ്രഹമുള്ള റീക്ലൈനർ സീറ്റ് അവിടെയൊക്കെ കാണാൻ പോയി ആഗ്രഹമുള്ളവർക്ക് അവിടെ പോയി. ഇത് അങ്ങനെയല്ല, നമ്മളിങ്ങനെ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഈ സിനിമ കാണാൻ ഈ തിയേറ്ററിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. സൗത്ത് ഇന്ത്യൻ സിനിമ മാത്രമാണ് കേട്ടോ. മറ്റേ നോർത്ത് ഇന്ത്യനിൽ ബോളിവുഡ് മൂവീസ് റിലീസാവുന്ന സിനിപ്ലെക്സിൽ റിലീസാവും. എല്ലായിടത്തും സിനിപ്ലെക്സ് ഉണ്ട്, എല്ലാവർക്കും പോയി കാണാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒട്ടാവയിലാണ്. ഇവിടെ 2 തിയേറ്റേഴ്സിൽ ഈ മലയാളം മൂവീസ്, സൗത്ത് ഇന്ത്യൻ മൂവീസ് റിലീസ് ചെയ്യുന്ന ചെറിയ തിയേറ്റേഴ്സ്, അവിടെ ഓടിപ്പോയി ഒരു 20 മിനിറ്റിൽ പോയി കാണാൻ പറ്റും. പക്ഷെ വേറെ കുറേ പേരുണ്ട് കാനഡയിലുള്ളവർക്ക്. ഈ സിനിപ്ലെക്സ് എല്ലാം മുക്കിനും മൂലയിലുണ്ട്. പക്ഷേ ഈ മലയാളം മൂവി റിലീസ് ചെയ്യുന്ന ഈ പൊട്ട തിയേറ്റേഴ്സ് 2 മണിക്കൂർ 3 മണിക്കൂറും ട്രാവൽ ചെയ്തിട്ടൊക്കെ ഇവർ പോയി കാണേണ്ടത്. അതും ക്വാളിറ്റി ഇല്ലാത്ത തിയേറ്ററിൽ.